ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ബീഫ് വെച്ചിട്ട് അടിപൊളി ഒരു സ്റ്റൂ തയ്യാറാക്കാം കേട്ടോ. ഒരു 3/4 കിലോ ബീഫ് ഇതേപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ഇതുപോലെ തിരുമ്മി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പൊട്ടറ്റോ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാനായിട്ട് ഇച്ചിരി ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും അതിൻ്റെ കൂടെ വെള്ളക്കാന്താരി പഴുത്തതും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പൊടികൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. കൂടെ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കുരുമുളക്, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ ബീഫ് സ്റ്റൂ ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ കോമ്പിനേഷനാണ്. ഈ ബ്രെഡ് ആവി കയറ്റിയിട്ട് ബീഫ് സ്റ്റൂവും കൂട്ടി കഴിക്കാൻ പൊളി ടേസ്റ്റാണ് കേട്ടോ. പലപ്പോഴും ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇന്ന് പാലപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. പാലപ്പത്തിൻ്റെ റെസിപ്പി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ബീഫ് വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ വേവിച്ചാൽ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. വെന്ത് നല്ല പോലെ സോഫ്റ്റായി കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുക്കറിലേക്ക് ബീഫ് ഒരു 3/4 കിലോ ഉണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ്. അത് ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരുംജീരകം പൊടിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിനകത്ത് പിന്നെ ഇച്ചിരി ഗരം മസാലയില്ലേ, ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഇച്ചിരി ഒരു കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ഉപ്പാണ് ചേർക്കേണ്ടത് കേട്ടോ. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തു വെച്ച സ്പൈസസ് ഇത് കണ്ടോ, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാവരും പറയും കറിവേപ്പില കുക്കറിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ, പക്ഷേങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ തേങ്ങയുടെ 2ാം പാലില്ലേ, ആ 2ാം പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ 2ാം പാലിനകത്താണ് ഞാൻ ബീഫ് വേവിക്കുന്നത് കേട്ടോ. അപ്പം 2ാം പാലും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചേർന്ന് വരണമേ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു 7 വിസിലടുപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി തേങ്ങായും ഒരു 10 കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്ത കശുവണ്ടിയാണ്. അപ്പോൾ അതും കൂടെ കൂട്ടി നമുക്കിത് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ പിന്നെ ബീഫ് വെന്ത് വരുമ്പോൾ അതിൽ ചേർക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത്രയും തേങ്ങായും ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങായും ഒരു 10 കശുവണ്ടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കശുവണ്ടിയൊക്കെ ചേർക്കുമ്പോഴേ നമ്മുടെ ബീഫ് സ്റ്റൂവിന് എന്നാ ടേസ്റ്റാണെന്നറിയാമോ? പൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അപ്പം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. 1 ഗ്ലാസ് അരിയും 1 ടീസ്പൂൺ ഉലുവായും കൂടെ വെള്ളത്തിലിട്ട് നന്നായി കുതിർന്നതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങായും 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചോറും പിന്നെന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഈസ്റ്റും കൂടെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്ത് വെച്ചതാണ്. കുറച്ച് സമയം ഞാനൊരു 5-6 മണിക്കൂർ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് അരഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് മാവ് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് പൊങ്ങിപ്പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും പറയും പാലപ്പം എന്നൊക്കെ പറയും, ഞാനും പാലപ്പം എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ പാലപ്പത്തിൻ്റെ കൂട്ട് ഇതൊന്നും അല്ല കേട്ടോ. പാലപ്പത്തിൻ്റെ കൂട്ട് വേറെയാണ്. ഇത് പെട്ടെന്നുണ്ടാക്കുന്ന തട്ടിക്കൂട്ട് പാലപ്പമാണ്. നന്നായിട്ട് തന്നെ ശരിയായി വരും കേട്ടോ. അപ്പോൾ ഞാൻ പാലപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട്
എണ്ണയൊന്നും തൂത്തിട്ടില്ല കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കുമ്പളയൊക്കെ വന്നപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാലപ്പത്തിൻ്റെ ചട്ടിയിൽ നിന്നൊക്കെ അത് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കങ്ങ് എടുക്കാം കേട്ടോ. എണ്ണയൊന്നും തേച്ചിട്ടൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ നമുക്കത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുവേ. അപ്പം പാലപ്പം ഇതേപോലെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ സ്റ്റൂ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ സമയം നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിൾ എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ക്യാരറ്റും പൊട്ടറ്റോയും പച്ചമുളകും സവാളയും ചെറിയുള്ളി എല്ലാം ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ 7 വിസിലാണ് എടുപ്പിച്ചത്. 7 വിസിലടിച്ചപ്പം ബീഫ് നന്നായിട്ട് വെന്തു. അതിലേക്ക് ഞാൻ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തു, പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു 2 വിസിലും കൂടെ അടിച്ചാൽ മതിയേ. അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവേ. 2 വിസിലും കൂടെ അടിച്ചപ്പോൾ ഉണ്ടല്ലോ ഇതേപോലെ നന്നായിട്ടെല്ലാം വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ നന്നായിട്ട് ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു കടായിലോട്ട് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങയും കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 1-ാം പാലും കൂടെ ചേർക്കുവാണ്. 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒത്തിരി ഒന്നും തിളച്ച് പോകുമൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടായി ഒന്ന് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല മണമാണ് കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഒരു ശകലം കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഞാൻ ഓഫാക്കിയതിന് ശേഷം ഇത് കണ്ടോ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഇച്ചിരി കടുക് താളിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കടുകൊക്കെ താളിച്ചു വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഇച്ചിരി കാഷ്യൂ നട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് താളിച്ചപ്പോൾ ഇച്ചിരി കാഷ്യൂ നട്ടൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. നല്ല കോമ്പിനേഷനാട്ടോ. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല കോമ്പിനേഷന്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.